നമസ്കാരം. ഈ മണിക്കൂറുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു വാർത്ത കടന്നു വരുന്നത് കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്തയാണ്. 51-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ മലയാള സിനിമാ ലോകത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമായി നമുക്കതിനെ കണക്കാക്കേണ്ടി വരും. ഹാസ്യത്തിന്റെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ ബഹുമുഖ പ്രതിമയാണ് ശ്രീ കലാഭവൻ നവാസ്. കൊടകര 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 എന്ന് പറയുന്ന ഒരു ഡയലോഗിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മികച്ചൊരു കലാകാരൻ. അദ്ദേഹത്തിന്റെ ഒരുപിടി നല്ല സിനിമകൾ നമ്മുടെ മനസ്സിലൂടെ മിന്നി മായുകയാണ്. നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത് വളരെ ഞെട്ടലോടെയാണ്. 51-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുന്നു. ഇത്രയും കഴിവുള്ള സിനിമാ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു കലാകാരന്റെ വേർപാട് എങ്ങനെയാണ് സിനിമാ ലോകം ഉൾക്കൊള്ളുക? മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമായി നമ്മുടെ ഇടയിൽ വലിയൊരു ശൂന്യത ബാക്കി വെച്ച് കടന്നു പോകുന്ന പ്രിയ കലാകാരന്, ഏറ്റവും പ്രിയപ്പെട്ട കലാഭവൻ നവാസിന് വിട. ഒത്തിരി ദുഃഖത്തോടെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം. മലയാള സിനിമാ ലോകത്ത് അദ്ദേഹത്തിൻ്റെതായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾ നമുക്കറിയാം. നമ്മുടെയൊക്കെ ഇടയിൽ നിന്നൊരു വ്യക്തി നഷ്ടപ്പെട്ടു പോയൊരു അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുക. ഇനിയും ചെയ്യേണ്ടിയിരുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾ ബാക്കിയാക്കി പ്രിയ കലാകാരൻ വിട പറഞ്ഞിരിക്കുന്നു. മരണം ക്ഷണികമാണ്. അടുത്ത നിമിഷം നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാനോ മുൻകൂട്ടി കാണാനോ അറിയില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നോർക്കുക, ജീവിതം വളരെ ക്ഷണികമാണ് എല്ലാ തലത്തിലും. നന്ദി.